തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മുസ്ലിം ലീഗ് കോട്ടയിൽ റിബൽ സ്ഥാനാർത്ഥിക്ക് മിന്നും വിജയം. ഊരകം പഞ്ചായത്ത് 4-ാം വാർഡ് കരിമ്പിലിയിലാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ വിമത സ്ഥാനാർത്ഥി 238 വോട്ട് ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തിയത്. മുസ്ലിം ലീഗ് വാർഡ് സെക്രട്ടറി നെല്ലേങ്ങര ഇബ്രാഹിമാണ് ആപ്പിൾ ചിഹ്നത്തിൽ മത്സരിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. ഇബ്രാഹിമിന് 578 വോട്ട് ലഭിച്ചു. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അബ്ദുൽ മജീദിന് 340 വോട്ടാണ് ലഭിച്ചത്. CPM സ്ഥാനാർത്ഥി മൊയ്തീൻകുട്ടി കുരുണിയനെ 37 വോട്ടും ലഭിച്ചു. ലീഗിന് മൃഗീയ ഭൂരിപക്ഷമുള്ള വാർഡിൽ ലീഗ് തോറ്റത് ചർച്ചയായിട്ടുണ്ട്. പ്രമുഖ ലീഗ് നേതാക്കളെ ഉൾപ്പെടെ പ്രചരണത്തിന് എത്തിച്ചിട്ടും ലീഗ് സ്ഥാനാർത്ഥി തോറ്റത് പ്രവർത്തകരുടെ അഭിപ്രായം മാനിക്കാതെ സ്ഥാനാർത്ഥിയെ നിർത്തിയതുകൊണ്ടാണെന്നാണ് പ്രവർത്തകർ പറയുന്നത്. പാർട്ടി പ്രവർത്തകരുടെ ആവശ്യപ്രകാരമാണ് മത്സരിച്ചതെന്ന് ഇബ്രാഹിം പറഞ്ഞു. മത്സരിക്കേണ്ട സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡ് ജനങ്ങൾ മൊത്തം നമ്മൾ ആവശ്യപ്പെട്ടു. പിന്നെ വാർഡ് കമ്മിറ്റിയിൽ മുസ്ലിം ലീഗിൽ തന്നെ നല്ല ഭാരവാഹികളൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ മത്സരിക്കുന്നത്. പിന്നെ പാർട്ടി പറഞ്ഞ സീറ്റ് തരാനൊക്കെ പറഞ്ഞിരുന്നു മുമ്പ് ആവശ്യപ്പെട്ടു. പിന്നെ നമ്മളെ വാർഡിലെ പിന്നെ പ്രവർത്തകർ ആവശ്യപ്പെട്ട സമയത്ത് സീറ്റ് തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ സുപ്രഭാതത്തിൽ പിന്നെ ആൾ മാറി പിന്നെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ വാർഡിലെ ആളുകളൊക്കെ നമ്മളെ പിന്നെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇത് ഇറങ്ങുന്നത്. പ്രചരണമൊക്കെ എങ്ങനെയായിരുന്നു? പ്രചരണം നല്ല ഇതായിരുന്നു. കാരണം 100% മുസ്ലിം ലീഗിൻ്റെ വോട്ടർമാർ അധികം മുസ്ലിം ലീഗിൻ്റെ പിന്നെ വോട്ടുള്ള ഭൂരിപക്ഷമുള്ള വാർഡാണ്. പ്രചരണം നല്ല സെറ്റായിരുന്നു. നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. 238 വോട്ടിനാണ് ജയിച്ചത്. കൂടുതലും അധികം ലീഗിൻ്റെ പിന്നെ ഭാരവാഹി പഞ്ചായത്ത് പിന്നെ വാർഡ് ഭാരവാഹി ഉണ്ടായിരുന്നു. അതുപോലെ KMCCൻ്റെ ആളുകളുണ്ടായിരുന്നു. പിന്നെ പുറമെയുള്ള ലീഗിൻ്റെ അധികം ആളുകളും സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി എന്താണ് അവിടെ നിലപാട്? പഞ്ചായത്തിൽ എന്ത് നിലപാടാണ് എടുക്കുക? അവിടെ പഞ്ചായത്ത് നിലപാടെന്താ വെച്ചാൽ പാർട്ടി പ്രവർത്തകരോട് ആലോചിച്ചിട്ട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നുള്ളത് പാർട്ടി പ്രവർത്തകർ അല്ലാണ്ട് അഭിപ്രായത്തിനനുസരിച്ച് നീങ്ങും. സമസ്ത ലീഗ് തർക്കവുമായി ബന്ധമുണ്ടോ? ഞാനതിന് വന്നില്ല. ഞാൻ സമസ്ത ലീഗാണ് വിഷയം അവിടെ ഇല്ല. ഇത്തരം കാര്യങ്ങളും അതെല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലീഗും സമസ്തയൊക്കെ അങ്ങനത്തെ ഒരു വിഷയം നമ്മളെ വാർഡ് പ്രത്യേകിച്ച് ഊര പഞ്ചായത്തിൽ അങ്ങനത്തെ ഒരു വിഷയം സമസ്ത ലീഗ് എന്നുള്ള വിഷയമാണ്. ഊര പഞ്ചായത്തിൽ ആരും ബാധിക്കാത്ത വിഷയം. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. നെഞ്ചത്തടിച്ചു കരഞ്ഞിട്ടെന്താ, നാടാകെ നെട്ടോട്ടമോടിട്ടെന്താ, താങ്ങി നടന്നോരെ കാണാനില്ല, തോറ്റ് തുന്നം പാടിയോടിയില്ലേ. നെഞ്ചത്തടിച്ചു കരഞ്ഞിട്ടെന്താ, നാടാകെ നെട്ടോട്ടമോടിട്ടെന്താ, താങ്ങി നടന്നോരെ കാണാനില്ല, തോറ്റ് തുന്നം പാടിയോടിയില്ലേ. വരവ് കാണാൻ കുതിച്ചവരും വരില്ലെന്ന് വാമൊഴി പറഞ്ഞവരും കണ്ണു തുറന്ന് കാണുക. ഇത് പല്ലും നഖവും കൊഴിഞ്ഞ സിംഹങ്ങളല്ല, മുറിച്ചിട്ടാലും മുറിവ് കൂടിവരുന്ന പോരാളികളാണ്. ചതിയൊരുക്കിയവർക്ക് ചിതയൊരുക്കാൻ കെൽപ്പുള്ളവർ, അടിമുടി വിറപ്പിക്കാൻ വന്നവരുടെ കാൽമുട്ടുകൾ കൂട്ടിയിടിപ്പിക്കുന്നവർ, കിതക്കും എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ കുതിച്ച് മെതിച്ച് കാണിച്ചു കൊടുത്തവർ, ഇവർക്ക് മുന്നിൽ വമ്പന്മാർ നിലംപൊത്തും. കോട്ടകൊത്തളങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും. ഇടനെഞ്ചിന്റെ മിടിപ്പിൽ ജന്മനാടിന്റെ പ്രാർത്ഥനയും സ്വപ്നങ്ങളും തുന്നിച്ചേർത്തവർ വരികയാണ്. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.